ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നല്ലൊരു ചൂര വെച്ചിട്ട് അടിപൊളി ഒരു ഷാപ്പിലെ കറി തയ്യാറാക്കാൻ പോവുകയാണ്. വളരെ സിമ്പിളാണ്. മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മളിനി കറി പാകം ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 4 പച്ചമുളക് നടുവേ പിളർന്നതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം. ഉള്ളി ഒരു 8 ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 5 എണ്ണം, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് നമ്മൾ നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം നന്നായിട്ടൊന്ന് മാറി കിട്ടുവോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് പാകത്തിനൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് മസാലയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യമേ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി പൊടി ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് എപ്പോഴും മുളക് ചേർക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഷാപ്പിലെ കറി ആകുമ്പോൾ കുറച്ച് എരിവ് കൂടുതലാണ്, എന്നാലും നമ്മൾ അത്രയും എരിവ് ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പാകത്തിനൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഉലുവ പൊടിച്ചതാണ്. ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി അരച്ചതാണ്. 2 തക്കാളി നല്ലപോലെ അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം എല്ലാം നന്നായിട്ടൊന്ന് മാറുവോളം നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അടുത്തായിട്ട് കറിക്ക് വേണ്ടുന്നത്ര ഉപ്പ് ആദ്യമേ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് എണ്ണ തെളിയോളം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുടംപുളി ഇട്ട് വെന്ത വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പുളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല, പകരം നമ്മളത് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 കുടംപുളി നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചധികം നേരം എടുത്ത് തന്നെയാണ് നമ്മളത് തിളപ്പിച്ചെടുക്കേണ്ടത്. അതിന് ശേഷം കിട്ടുന്ന വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പുളി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നില്ല. പാകത്തിനുള്ള പുളി തന്നെ നമുക്കിതിന് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചാറ് വേണമെന്ന് തോന്നുവാണെങ്കിലും നമുക്ക് വീണ്ടും കുറച്ചുകൂടി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ചാറ് നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. കറി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ആയതിന് ശേഷം നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കഷ്ണം മീനായതുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്നായിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. മുഴുവൻ കഷ്ണം നമുക്ക് മൊത്തത്തിലൊന്ന് ചാറി മുങ്ങി കിടക്കുന്ന പോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. കഷ്ണം എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് തിളപ്പിച്ചാൽ മാത്രം മതി. അതിനോടകം തന്നെ മീൻ നന്നായിട്ട് വെന്ത് കിട്ടും. നല്ല കട്ടി കുറച്ച് തന്നെ നമ്മൾ
മുറിച്ചെടുത്തിട്ടുള്ള മീൻ കഷ്ണങ്ങളാണ്. അതുകൊണ്ട് തന്നെ 10 മിനിറ്റ് ധാരാളം മതി. ഒരുപാട് തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോകും. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മുടെ കറി ഇളക്കാനോ ഒന്നും നിൽക്കണ്ട. ഇളക്കി കഴിഞ്ഞാലും കഷ്ണങ്ങളൊക്കെ മുറിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ തിള കൂടി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. എന്നാലും ഒരു 10 മിനിറ്റ് നമുക്ക് വേണം കഷ്ണമെല്ലാം ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. കറി നന്നായിട്ട് പാകത്തിന് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അത്രയ്ക്ക് ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ചൂരക്കറി തന്നെയാണ് കേട്ടോ. കപ്പയുടെ കൂടെ ഇത് അടിപൊളിയാണ്. നമ്മുടെ മീൻകറി 10 മിനിറ്റൊക്കെ തിളച്ച് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്താലും ചട്ടിയുടെ ചൂട് കാരണം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ മീൻ കറിയിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് വെളിച്ചെണ്ണയാണ്. ഈ തിളച്ച് മറിയുന്ന മീൻ കറിയിലേക്ക് ആദ്യമേ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്കിതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചൂരക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇരിക്കും തോറും അത് കുറുകി വരും. ഇതുപോലെ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കുക. വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.